തൃശ്ശൂര് ആ ഡ്രസ്സിലേക്ക് ജ്യൂസ് ഒഴിച്ചപ്പോ എനിക്ക് പെട്ടെന്ന് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അത് അവന്റെ ഭാഗത്തുനിന്ന് വന്ന തെറ്റല്ല, എനിക്ക് പറ്റിയ തെറ്റാ. ജ്യൂസ് ഒഴിച്ച അവനല്ലേ, പിന്നെ അതിൽ താനെങ്ങനെ തെറ്റുകാരിയാവുന്നേ? അല്ല ത്രിവിക്രം, ജ്യൂസ് അവൻ തന്നു, പക്ഷെ ഞാനത് വാങ്ങിച്ചപ്പോ എന്റെ കയ്യിൽ നിന്ന് സ്ലിപ്പായതാ. അതൊന്നും പറയാൻ വേണ്ടി ഞാൻ എത്ര ട്രൈ ചെയ്തു, പക്ഷെ നിങ്ങൾ ആരും കേട്ടില്ല. അവന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ഓ, അങ്ങനെയായിരുന്നു. ഞാൻ കരുതി തൃശ്ശൂരിന്റെ കയ്യിൽ നിന്ന് മിസ്റ്റേക്ക് പറ്റിയതാണെന്ന്. ബട്ട് ഡോണ്ട് വറി, അവനെ എങ്ങനെ സമാധാനപ്പെടുത്തണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് 5 മിനിറ്റ് തന്നാൽ മതി. ഐ വിൽ ബി ബാക്ക്. തൃശ്ശൂർ കൊച്ചുമലയാളി, ഞാൻ പറഞ്ഞ കാര്യം ആലോചിച്ച് ഇപ്പോഴും വിഷമിച്ചോണ്ടിരിക്കുകയാണല്ലേ? സോറി തൃശ്ശൂർ. അയ്യോ, എന്താ ബോസ് ഇതൊക്കെ? എന്തിനാ ഇതിനൊക്കെ എന്നോട് സോറി പറയാൻ നിൽക്കുന്നേ? വേണ്ട, അതൊന്നും വേണ്ട. ബോസിനോട് സോറിന്നോ താങ്ക്സ് അങ്ങനെയൊന്നും പറയാൻ നിൽക്കരുത്. അത് ആ സമയത്ത് ഞാൻ കുറച്ച് റൂഡായിട്ട് പെരുമാറി. ദേഷ്യം പെട്ടെന്ന് കൺട്രോൾ ചെയ്യാനേ പറ്റിയില്ല. ബോസ് എന്തായാലും ഒരു ആംഗ്രി യങ് മാൻ അല്ലേ? ദേഷ്യം എന്നത് ബോസിനൊരു അലങ്കാരം തന്നെയാണെന്നേ. അതുണ്ടെങ്കിൽ നിങ്ങൾ സൂപ്പറാണോ? ഞാൻ ശിവാനിക്ക് വേണ്ടി ഒരുപാട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച ഡ്രസ്സായിരുന്നു അത്. അതിലേക്ക് ജ്യൂസ് വീണതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല തൃശ്ശൂർ. ശിവാനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. അതും പെട്ടെന്ന് ദേഷ്യം വരും. ഇതിനെയല്ലടാ ലവ് എന്ന് പറയുന്നത്, അല്ലേ? ഇവളെ ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ ആരും എന്നെ വിശ്വസിക്കില്ല. തെളിവുണ്ടെങ്കിലേ വിശ്വസിക്കൂ. ഇവളെ ഞാൻ തെളിവ് സഹിതം പിടിച്ചാലേ രക്ഷയുള്ളൂ. അവൾ നാഗറാണിയാണെന്ന് എങ്ങനെ തെളിയിക്കും? യെസ്, ഒരു വഴിയുണ്ട്. മകുടി ശബ്ദം കേട്ടാൽ അവൾ ഉറപ്പായിട്ടും പാമ്പിന്റെ രൂപത്തിലേക്ക് മാറും. അത് കണ്ടാൽ എല്ലാവരും വിശ്വസിക്കുകയും ചെയ്യും. താഴെ ഒരു പാട്ട് വെച്ചാൽ മതി. കറക്റ്റ്, ഗുഡ് ഐഡിയ. നീ ഇതെവിടെയുള്ളത്? ഏയ്, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. നീ ആദ്യം ഞാൻ പറയുന്ന പോലെ ചെയ്യേ.
എന്താടാ? നീ ആദ്യം ഒരു പാമ്പിന്റെ പാട്ട് വെക്ക്. പാമ്പിന്റെ പാട്ടോ? ഈ നേരത്തെ എന്തിനാടാ? ഏയ്, തിരിച്ചിങ്ങോട്ട് ചോദ്യമൊന്നും വേണ്ട. ആദ്യം ഞാൻ പറയുന്ന അങ്ങോട്ട് കേൾക്ക്. പാട്ട് വെക്ക് വേഗം. ഓക്കെ? എന്തിനാടാ? ഏയ്, പെട്ടെന്ന് വെക്കണം നീ. ഇവനെന്തിനാ ഇപ്പൊ പാമ്പിന്റെ പാട്ട് വെക്കാൻ പറയുന്നത്? ഡാ, അതിങ്ങ എന്തിനാണ്? ആ ഫോണിങ്ങാണ്. ഏയ്, ഈ സമയത്താണോടാ ഈ പാട്ട് വെക്കുന്നേ? ചുമ്മാ തിരിയടാ. ഡോക്ടർ പറഞ്ഞിട്ട് വെച്ചത്, മിണ്ടാതി. അയ്യോ, ആരാ ഈ പാട്ട് വെച്ചിരിക്കുന്നത്? എനിക്ക് ഞാനിപ്പോ നാഗമായി മാറുന്ന പോലെ തോന്നുന്നല്ലോ. എന്താ ചെയ്യാ? എന്ത് ചെയ്യും? മഹാദേവ, അങ്ങേക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ പറ്റൂ. നീ അതൊക്കെ വിട്. നോക്ക്, ഇനി അത് ഓർത്ത് വിഷമിച്ചോണ്ടിരിക്കണ്ട. ഓക്കെ? നീ വിഷമിച്ച അത് ശിവാനിക്കും വിഷമാവും. പിന്നെ എൻ്റെ കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ല. നീ വിഷമിക്കാതിരിക്കും. ഓക്കെ? ചിൽ തൃശൂൽ, കമോൺ ചെയ്യണം. എനിക്ക് നീ ചിരിക്കുന്നൊന്ന് കാണണം. കമോൺ, ചിരിക്കും. ത്രിവിക്രം, ഞാൻ ഇവിടെയുള്ളത്. ഓ, ഓക്കെ. അല്ല, താനിതവിടെ പോയത്? അത് ഇവിടെ നെറ്റ്വർക്ക് കിട്ടുന്നില്ല, അതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോയി നോക്കിയത്. ഓ, അല്ല,
താനെന്താ വല്ലാതിരിക്കുന്നത്? എന്തു പറ്റി? ഒന്നുമില്ല ത്രിവിക്രം, ഞാൻ വീട്ടിൽ പോയിക്കോട്ടെ. വീട്ടിലേക്ക് പോകാനോ? ഡിന്നറിന് വേണ്ടി നമ്മളെ എല്ലാവരും വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. ഡിന്നർ കഴിച്ചിട്ട് പോയാൽ പോരാ തനിക്ക്? വേണ്ട ത്രിവിക്രം, എനിക്കെന്തോ മൂഡ് ശരിയില്ല. പിന്നൊരു ദിവസം വരാം. എന്നാ അവരോടൊക്കെ ഒന്ന് പറഞ്ഞിട്ട് പോയാലോ? വേണ്ട കൊച്ചു മുതലാളി, മാഡത്തിന്റെ ഇങ്ങനൊരവസ്ഥയിൽ നമ്മൾ വെറുതെ അവരുടെ അടുത്ത് പോയി സംസാരിച്ചാൽ ശരിയാവില്ല. നിങ്ങൾ പോയിക്കോ, ഞാൻ പറഞ്ഞോളൂ അവരോട്. ഓക്കെ ശരി, ബൈ ശിവാനി. പാർട്ടിക്ക് വന്നതിന് ഒരുപാട് താങ്ക്സ് ശിവാനി. ഡാഡിയുടെ ഫ്രണ്ട്സ് എല്ലാം തന്നെ കണ്ട് ഭയങ്കര ഇമ്പ്രസ് ആയിരിക്കുക. അല്ല, താനെന്താ പെട്ടെന്ന് സൈലന്റ് ആയി പോയേ? പാർട്ടി തനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അങ്ങനെയൊന്നുമില്ല. അല്ല എന്താ ശിവാനി, താനൊരു ഭായി പോലും എന്നോട് പറഞ്ഞില്ലല്ലോ. സോറി. ഇറ്റ്സ് ഓക്കെ. താൻ നല്ല ടയർഡാന്ന് തോന്നുന്നേ. പോയി റെസ്റ്റ് എടുക്ക. ഉറങ്ങി എഴുന്നേക്കുമ്പോ എല്ലാം ശരിയായിക്കോളും. അകത്തേക്ക് ഞാൻ കൂടെ വരാം. കുഴപ്പമില്ല, ഞാൻ പോയിക്കോളാം. ഇറ്റ്സ് ഓക്കെ ശിവാനി, ഞാൻ കൊണ്ടുവിടാം. ഇറ്റ്സ് ഓക്കെ ത്രിവിക്രം, ഞാൻ പോയിക്കോളാം. വല്ലാതെ ലേറ്റായി, നീ പൊയ്ക്കോ. നിനക്കിഷ്ടമുള്ള ബിരിയാണിയാ മോനെ. വീട്ടിലെ എല്ലാ ജോലിയും ചെയ്ത് ക്ഷീണിച്ചിട്ടുണ്ടാവും. കഴിക്ക, വയറ് നിറച്ച് കഴിക്ക. കുറച്ചുകൂടെ വിളമ്പട്ടെ ഞാൻ? മധു, എന്തായാലും അവിടുത്തെ പാർട്ടി വളരെ ഗംഭീരായല്ലേ? കൊച്ചുമുതലാളിയും ശിവാനിയും നല്ല ജോഡികളായി, ഒന്നും പറയാനില്ല. പിന്നല്ലേ, രണ്ടാളും നല്ല ചേർച്ചയുണ്ട്. സൂപ്പർ ജോഡിയാ. പാർട്ടിക്ക് വന്നവരെല്ലാം ഇത് തന്നെയായിരുന്നു പറഞ്ഞത്. ആ കുടുംബത്തിന് എന്തുകൊണ്ട് അനുയോജ്യമായ മരുമകൾ. മാഡം അത്ര മോശമല്ല. പിന്നെ ശിവാനിയുടേതും വലിയ കുടുംബാന്നാ കേട്ടത്. പിന്നെ ശ്രദ്ധിച്ചോ, മുതലാളിയുടെ ഫ്രണ്ട്സ് എല്ലാം വന്നപ്പോ മുൻപരിചയമൊന്നും ഇല്ലഞ്ഞിട്ടും എത്ര ഭംഗിയായിട്ട മാഡം അവരോട് ഇടപഴകിയത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. സത്യമാണേ, എനിക്കും അങ്ങനെ തന്നെ തോന്നിയിരുന്നു. നമ്മൾ ആ വീട്ടിലെ ജോലിക്കാരാണെന്ന് അറിഞ്ഞിട്ടും ആ വ്യത്യാസം ഒന്നും കാണിക്കാതെ നമ്മളോട് എത്ര വിനയത്തോടുകൂടി ആ കുട്ടി പെരുമാറിയേ. അതെ മധു, ആ കുട്ടി ആ വീടിന് ശരിക്കൊരു ഐശ്വര്യമായി മാറും. അങ്ങനെ ആ വീട്ടിലെല്ലാവർക്കും നല്ല സന്തോഷമുണ്ടാവും. ഇന്നത്തെ കാലത്ത് ഇത്രയും സമ്പത്തും ലക്ഷണമൊത്ത ഒരു പെൺകുട്ടിയെ എവിടെ ഒന്ന് കാണാൻ പോലും കിട്ടുക അല്ലേ മോനെ? ശരി അച്ഛാ, പറഞ്ഞത് സത്യ. നീ ഇതെന്താ ഒന്നും കഴിക്കാതെ എല്ലാം ബാക്കി വെച്ചിരിക്കുന്നത്? കഴിച്ചേ. എനിക്ക് മതി അച്ഛാ, എന്റെ വയറിഞ്ഞു. ചുമ്മാ പറയല്ലേ നീ. ബിരിയാണി വിളമ്പുമ്പോ ഇത്രയും പോരെ, ഇനിയും കുറെ കൂടെ വിളമ്പെന്ന് എപ്പോഴും പറയുന്ന ആളല്ലേ നീ. ഇന്നിപ്പോ എന്ത് ഇത്ര കുറച്ചു കഴിക്കുന്നത്? ഭയങ്കര എന്റെ കയ്യിൽ നിന്നൊരു ചിക്കൻ പീസ് അടിച്ചു മാറ്റാറില്ലല്ലേ നീ? നിനക്ക് ഇഷ്ടമുള്ള ഒരു കാര്യവും നീ വേണ്ടെന്ന് വെക്കാറില്ല. എന്നിട്ടിപ്പോ ബിരിയാണി വേണ്ടേ നിനക്ക്? ഇഷ്ടമുള്ളത് കിട്ടാതായി കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര കഷ്ടമാണ്. എന്നുവെച്ചാ? അതായത് ഇപ്പൊ ഒരുപാട് കഴിച്ചാലേ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വയറിന്റെ പ്രശ്നം, അതുകൊണ്ട് കഷ്ടാവെന്ന് പറഞ്ഞതാ. മോനെ എടാ. എന്തൊരവസ്ഥയത്! ഞാനെന്തിന് ഇത്രയും ആലോചിച്ചു കൂട്ടുന്നത്? ബോസിന്റെയും ശിവാനിയുടെയും കാര്യത്തിലുള്ള റിയാലിറ്റി ഞാൻ മനസ്സിലാക്കിയിട്ടും എന്തിനാ ഞാൻ ഇത്രയും വിഷമിച്ചു കൂട്ടുന്നത്? അവരാ ചേരേണ്ടതെന്ന് അമ്മ തന്നെ പറഞ്ഞല്ലോ. ഇതൊക്കെ ഒന്ന് മറക്കാനായിട്ട് ശ്രമിക്കുന്നതിന്റെ ഇടയിൽ പിന്നെയും ഓരോന്ന് ആലോചിച്ച് ഞാൻ വിഷമിച്ചുകൊണ്ടിരിക്കുക. അവളെക്കുറിച്ച് ഇനി ആലോചിക്കാനേ പാടില്ല. ആലോചിക്കരുതെന്ന് വിചാരിക്കുമ്പോഴാ എനിക്ക് പ്രശ്നം കൂടുതൽ.
എന്റെ മനസ്സിനെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട്. വേണ്ട, ഇനി എന്തായാലും ശിവാനിയെ കുറിച്ച് ഒരിക്കലും ആലോചിക്കാനേ പാടില്ല ഞാൻ. കൊച്ചു മുതലാളിയും ശിവാനിയും തമ്മിൽ ഒരുമിക്കാനുള്ള സമയം ദേ അടുത്തു വന്നുകൊണ്ടിരിക്കുക. അടുത്ത ബുധനാഴ്ച അവര് തമ്മിലുള്ള നിശ്ചയം തീരുമാനിച്ചു വെച്ചിരിക്കുക. അവർ രണ്ടാളും ഒന്നായ പിന്നെ ബോസിന്റെ ജീവിതത്തിലും ശിവാനിയുടെ ജീവിതത്തിലും അവർ പിന്നെ ആകെ തിരക്കിലായിരിക്കില്ലേ? എനിക്കത് മതി. തൃശൂൽ, അകത്ത് എന്തെല്ലാം കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ വന്ന് എന്തെങ്കിലും സഹായം ചെയ്യുന്നതിന് പകരം നീ എന്താ കാണിക്കുന്നേ? അല്ല, അത് എന്താ വല്ലാതിരിക്കുന്നേ? കൊച്ചു മുതലാളിയുടെ എൻഗേജ്മെന്റിന് നീ എന്തുമാത്രം സന്തോഷിക്കേണ്ടത്? നിന്റെ മുഖത്ത് ഒരു സന്തോഷം ഞാൻ കാണുന്നില്ല. പകരം നിന്റെ മുഖത്ത് വിഷമം മാത്രമേ ഉള്ളൂ. ആരെങ്കിലും വന്ന് ഡെക്കറേഷൻ ചെയ്താൽ പോരെ? അത് ചെയ്തിട്ടുണ്ട്. എന്തായാലും എൻഗേജ്മെന്റ് അടിപൊളിയാണോ, അത്രയല്ലേ ഉള്ളൂ. നിന്റെ മനസ്സിൽ ഇപ്പൊ എന്താ ഉള്ളതെന്ന് അച്ഛനെ നന്നായിട്ട് അറിയാം. ഈ എൻഗേജ്മെന്റ് നന്നായിട്ട് നടക്കണമെന്നല്ല നിന്റെ ആഗ്രഹം. നിന്റെ മനസ്സ് പോലെ തന്നെ ഇത് നന്നായിട്ട് നടക്കും. കൊച്ചു മുതലാളി ശിവാനും ദേവഹിതം പോലെ ഒന്നാകും. അതിൽ സന്തോഷിക്കണം. അല്ലാതെ ഇത് ഒരുമാതിരി ഇങ്ങനെ മുഖം ഏർപ്പിച്ച് നിൽക്കേണ്ട കാര്യമുണ്ടോ? നീ വന്നേ, അകത്ത് എന്തെല്ലാം ജോലികളുണ്ട്. വാ വാ. മുഹൂർത്തത്തിന് സമയമായി. പെണ്ണിനും ചെക്കനും വിളിച്ചോളൂ. ഗോവിന്ദ, അവരെ വിളിക്ക്. എന്താ പെണ്ണിന്റെ വീട്ടുകാരെ ആരും കാണുന്നില്ലല്ലോ? അത് പെൺകുട്ടിയുടെ ബന്ധുക്കളാരും ഇന്ത്യയിലില്ല, അവരൊക്കെ ഫോറിനില്ല. ഈ ഒരു സമയത്ത് വരാൻ പറ്റിയില്ല. അതിന് കുഴപ്പമില്ല. ചെക്കന്റെ വീട്ടുകാരെല്ലാരും തന്നെ ഇല്ലേ? താമ്പൂലം എടുത്തോളൂ, ചടങ്ങ് തുടങ്ങാം. ശരി ഗോവിന്ദ, എടുക്ക. ശരി അല്ല, ശ്രീ ദിഗ്വിജയന്റെയും ശ്രീമതി ദമയന്തിയുടെയും സൽപുത്രനായ ത്രിവിക്രമനും ശ്രീ ധനഞ്ജയുടെയും ശ്രീമതി സൗഭാഗ്യയുടെയും മകളായ ശിവാനിയും ഇന്നത്തെ ശുഭമുഹൂർത്തത്തിൽ വിവാഹ നിശ്ചയം ചെയ്യപ്പെടുന്നു. ചെക്കനും പെണ്ണും മാല എണീച്ചോളൂ. ഇനി രണ്ടുപേരും പരസ്പരം മോതിരം മാറിക്കോളൂ.
എന്താ മരുമോനെ എന്തെങ്ങനെ ആലോചിച്ചോണ്ട് നിൽക്കുന്നേ? ആ മോതിരം അങ്ങ് ഇട്ടുകൊടുക്ക്. ശിവാനി, നിന്നെ ഞാൻ ഇത്രയും കാലം സ്നേഹിച്ചത് എൻഗേജ്മെന്റ് ചെയ്യാനും അല്ല, കല്യാണം കഴിക്കാനും അല്ല. നിന്നെ ഞാൻ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാണെന്ന് വിചാരിച്ചു. ഒരിക്കലുമല്ല. ഇതൊക്കെ ഞാൻ ചെയ്തത് നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നു.